ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 20ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പള്ളിമുറിയിൽ ഒരു പൈശാചിക ആവാസമുള്ള പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ എന്നുള്ള ആഴ്ചകൾ തന്നെ പ്രാർത്ഥിച്ച് വിടുതലിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. അന്നെനിക്ക് അധികം അനുഭവങ്ങളില്ല. അപ്പം ഇടവക്കാരിങ്ങനെ പല സമയത്ത് പല ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൂടുമായിരുന്നു. അപ്പം ആ യുവതി അപ്പനും കൊണ്ട് കൂടെ പിന്നെ സഹായിക്കാൻ സ്ത്രീകൾ പലരുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിമുറിയിൽ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സായാഹ്ന സമയം, അപ്പം കുറേ ആൾക്കാരും അമൃത നിറച്ചുണ്ട്. അപ്പോൾ ആ പള്ളിമുറ്റത്തൂടെ വന്ന് ഒരു വഴി നടന്ന് ദൂരേക്ക് പോകുന്ന ഒരു സഹോദരൻ, ആ ഇടവക്കാരനല്ല, പക്ഷെ എനിക്ക് ആ വിധത്തെ അറിയാം. ആ സിറ്റിയിലൊക്കെ വന്നിച്ചിട്ട് ഇങ്ങനെ വൈകുന്നേരം തിരിച്ച് പോകുമ്പോൾ പള്ളിമുറ്റത്തോടെ വന്ന് അങ്ങ് പോകുന്നത്, അതിലൊരു കുറുക്കുഴി കടന്ന് വനക്ക് വഴിയുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ സഹോദരൻ അന്ന് എന്നെ കാണാൻ വേണ്ടി പള്ളിമുറി കയറി വന്നു. ഇങ്ങനെച്ച് കുടിക്കുന്ന രീതിക്കാരനാണ്, മദ്യപിക്കും. അപ്പോൾ അന്ന് മദ്യപിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് എന്നെ കാണണം, എന്തോ താല്പര്യം വെച്ച് വന്നിരിക്കുകയാണ്. പള്ളിമുറി വന്ന് കുറച്ചു നേരം വരാതെ കയറി നിന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളിവിടെ ഒരുമിച്ച് ശ്രദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യുവതി ഇങ്ങനെ പൈശാചികമായ ആവാസം ബഹളം വെച്ച് ഇങ്ങനെ സീനാണ്. അപ്പോൾ ഞങ്ങൾ ശക്തം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ അടുത്തായിക്കാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം സാമാന്യം ഒതുങ്ങി ഈ അപേക്ഷ സാന്നിധ്യം അങ്ങ് വിട്ടുപോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ തെന്മയുടെ അരുവി ഇങ്ങനെ വിട്ടുമാറും. പക്ഷേ പിന്നെയും ഇത് വെളിപ്പെടും. ആവാസം പല രീതിയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അനേക അരുവികൾ കാണും. അടുത്ത് വെളിപ്പെടും. അടുത്തൊരവസരം വരുമ്പോൾ അതിനെ പ്രാർത്ഥിച്ച് ഇറക്കി വിട്ട് കഴിയുമ്പോൾ ആൾ ഫ്രീ ആകും. കുറേ മണിക്കൂർ ചിലപ്പോൾ ശാന്തമായിട്ട് പങ്കിട്ട് നടക്കും. പക്ഷെ പിന്നെയും അടുത്ത അരുവി വെളിപ്പെടും. അങ്ങനെ തുടരെ ഇറക്കി വിട്ട് വിടുതൽ കിട്ടുന്ന സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഇറക്കി വിട്ടാലും പിന്നെയും ഒന്ന് കയറി അവസരം കിട്ടുമ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് അന്ന് ആദ്യ നാളുകളാണ് എനിക്ക് പുതുച്ചാടന മേഖലയിലും. അപ്പോൾ ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഒരു സഹോദരൻ മദ്യപിച്ചിട്ട് വരുന്ന ആൾ പോകുന്ന വഴിക്ക് പള്ളിമുറി വന്ന് കയറി വരാതെ വന്നിങ്ങനെ നോക്കി നിൽക്കുക എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും കണ്ടു പറഞ്ഞ അച്ഛാ ഇന്ന ആൾ വന്നിട്ട് അച്ഛൻ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പം എനിക്ക് ആളെ മനസ്സിലായി, അറിയാം. അപ്പം പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റിയല്ല. അപ്പോൾ ഞാൻ ഓർത്തു ആ മനുഷ്യൻ വേണം പ്രാർത്ഥിച്ചോട്ടെ. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ കൈ കാണിച്ചിട്ട് അടുപ്പിച്ചപ്പോൾ പുള്ളി ഞങ്ങളിരിക്കുന്ന മുറിയുടെ വാതിക്കലേക്ക് വന്നു. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ വാതിക്കൽ ഇരുന്നുകൊണ്ട് പുള്ളി പ്രാർത്ഥിക്കാൻ കൂടി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ പ്രാർത്ഥന തുടരുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ പൈശാചിക ആവാസം ഇങ്ങനെ വെളിപ്പെട്ടത് ഒതുങ്ങി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഫ്രീ ആകും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് അങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഈ യുവതി വേറൊരവസ്ഥയിലേക്ക് അങ്ങ് മാറി. എന്നിട്ട് ഒരു വക പൂസായത് ഒരു മദ്യപൻ ആയ വ്യക്തി പെരുമാറുന്നവരങ്ങ് പെരുമാറാൻ തുടങ്ങി. കൊയ ഇങ്ങനെ അങ്ങോട്ട് ഒരു വക ചേഷ്ട കാണിച്ച് അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കിയത് എന്താ ഇങ്ങനത്തെ ഒരു അരുവി എഴുപ്പത് ആദ്യം കാണുകയാണിങ്ങനെ. അത് നോക്കിയിരിക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ തൊട്ട് പുറകിൽ വാതൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുന്ന വ്യക്തി എണീറ്റ് കുരിശ് പറിച്ചിട്ട് പോയി. പിന്നീട് ഞാൻ അന്വേഷണം മനസ്സിലാക്കി, ആ മനുഷ്യൻ നല്ല ബോധത്തോടെ എണീറ്റ് പോയി. ആ മനുഷ്യനുണ്ടായിരുന്ന ഈ മദ്യപാനത്തിൻ്റെ അരുവി ഈ യുവതിയിലേക്ക് പകർന്ന് ഇവളുടെ അവസ്ഥ ദയനീയമായിട്ട് മാറി. ഈ അനുഭവം ഉണ്ടായ ശേഷം പിന്നെ ഒരിക്കലും ഞാനൊരു പുതുച്ചാടന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഉറപ്പില്ലാത്ത ആരെയും ആ മുറിയിലേക്ക് ആ പരിസരത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കാരണം അവരുടെ അരുവിധം പറഞ്ഞുകൂടാം. ഇങ്ങനെ അരുവി പകരുക എന്നുള്ള ഒരു അനുഭവമാണ്. നമ്മളത് ഒരുപക്ഷെ ബൈബിളിലേക്ക് നോക്കുമ്പം പഴയ നിയമത്തിലെ സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ സാവൂള് കഴുത അന്വേഷിച്ചിറങ്ങി സാമുവേൽ പ്രവാചകന്റെ പക്കലെത്തിയിട്ട് പോകാൻ നേരം സാമുവേൽ ചില അടയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഭിഷേകം തരുന്നതിനെ കുറിച്ച്. നമ്മളിങ്ങനെ വായിക്കുകയാണ് 5 മുതലുള്ള വാക്യങ്ങളിൽ. അനന്തരം സാവൂൾ ജോയോട് പറയാണ്, അനന്തരം ഫിലിസ്ത്യർ കൂടാരം അടിച്ചിരിക്കുന്ന ഗിബെയയിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകനെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വിട്ടു. താഴേക്ക് വായിക്കും 10-ാം വാക്യം കാണാം. 10-ാം വാക്യത്തിൽ വായിക്കുകയാണ്, സാമുവേൽ പറഞ്ഞതിൽ അന്ന് തന്നെ സംഭവിച്ചു.
സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവന് ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങി. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്ന കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകൻ എന്തു പറ്റി? സാവൂൾ പ്രവാചകനായോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവാരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്ന് ഒരു പഴഞ്ചൊല്ലായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം സാവൂൾ ഒരിക്കലും പ്രവചിച്ചിട്ടില്ല. അങ്ങനെ കിഷിന്റെ മകൻ സാവൂള് കാളയെ ഉഴുത് നടന്നിരുന്നവനാണ്. പെട്ടെന്ന് ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി. അതെങ്ങനെ സംഭവിച്ചു? ഒരു പ്രവാചകഗണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പ്രവചിച്ചുകൊണ്ട് നീങ്ങുന്നു. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരിൽ ആ ഗണത്തിലുണ്ടായിരുന്ന പ്രവാചകരുടെ ആത്മാവ് സാവൂളിലേക്ക് പകർന്നു. സാവൂൾ പ്രവചിക്കാൻ തുടങ്ങി. ഇന്നലെ വീണ്ടും പെരുമാറുകയാണ്. അപ്പോൾ ആത്മാവ് ഇങ്ങനെ പകരുന്നതാണ് എന്നുള്ളൊരു ആശയം ബൈബിളിൽ കാണുകയാണ്. ഇത് നമുക്ക് പഴയ നിയമത്തിലേക്ക് മാത്രമല്ല, പുതിയ നിയമത്തിൽ നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധമായ സുപരിതമായ രംഗം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മംഗളവാർത്ത സ്വീകരിച്ച ശേഷം എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് അഭിവാദനം പറഞ്ഞപ്പോഴേ സംഭവിക്കുന്ന എന്താണ്? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു പോലും ആത്മാവ് നിറഞ്ഞ സന്തോഷത്തിൽ കുതിച്ചു ചാടി അവരെല്ലാവരും കൂടെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലേക്ക് ഗബ്രിയേൽ മാലാഖയുടെ പക്കൽ, ഇതാ കർത്താവേ, അങ്ങയുടെ ദാസി, നിന്റെ വചനം എന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് അമ്മയിൽ ആവസിച്ചു. ആത്മാവിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ വീട്ടിൽ അമ്മ എന്ന് കയറി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികളുള്ള അരുവിയെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ ആധിപത്യം പുലർത്തുന്ന അരുവി തിരിച്ചറിയണം. ദൈവാരൂപിയുടെ സാന്നിധ്യവും വിശുദ്ധ മാലാഖമാരുടെ സാന്നിധ്യവും വിശുദ്ധരുടെ സാന്നിധ്യം നിൽക്കുന്ന വിശുദ്ധ സ്ഥലങ്ങൾ, അതാണ് തീർത്ഥാടന സ്ഥലങ്ങൾ. അങ്ങനെയുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ, ആ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവരുടെ അറിവ് നമ്മൾ ഈ പകർന്നു കിട്ടും. അതുപോലെ തന്നെ പൈശാചികമായ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ, സ്വാധീനമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളൊരു വ്യാപരിക്കുന്ന മേഖലകൾ, ഇത് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇടപെടാൻ പോയാൽ അവിടെയുള്ള അരുവിയുടെ സ്വാധീനം നമ്മുടെ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.